സന്തോഷേട്ടാ, നമുക്ക് ഈ വെയിലത്ത് തന്നെ ഷൂട്ടിന് പോകണമെന്നില്ല. വെയിലൊന്നും കുറച്ച് വെയിലൊന്നും കുഴപ്പമില്ല. സ്ഥാനാർത്ഥികളെല്ലാം ഫുൾ ടൈം വെയിലത്തല്ലേ. സ്ഥാനാർത്ഥിയൊക്കെ പ്രത്യേക ഡയറ്റാന്ന്. ഡയറ്റാ? പിന്നെ ഡയറ്റ് ഇല്ലാണ്ടോ? വെരി കാണിച്ചു തരാം. വോട്ടർമാരുടെ മനസ്സ് കീഴടക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാവരും. പ്രവർത്തകരും വലിയ ആവേശത്തിൽ. രാവിലെ പ്രചരണം തുടങ്ങുന്ന സ്ഥാനാർത്ഥികൾ വീടണയുന്നത് അർദ്ധരാത്രിയോടുകൂടിയാണ്. പൊള്ളുന്ന വെയിലിൽ ഉള്ളു തണുപ്പിക്കാതെ നിന്നാൽ സ്ഥാനാർത്ഥികളുടെ ആവേശം ചോരും. എന്നാൽ ഇതിനുള്ള പ്രതിവിധികളും അവർ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. നിലവിലെ MP-യും UDF സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ നിഷ്ഠകൾക്ക് അന്നും ഇന്നും വലിയ മാറ്റമില്ല. രാവിലെ 4:30 എഴുന്നേൽക്കും. അല്പസമയം പൂജാമുറിയിൽ പ്രാർത്ഥന, പിന്നീട് പ്രഭാത സവാരി. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് പ്രഭാത ഭക്ഷണവും കഴിച്ച് പ്രചരണത്തിനിറങ്ങും. ഇടയ്ക്കിടയ്ക്ക് സംഭാരം കുടിക്കും. കട്ടൻ ചായ ഇഷ്ടമാണെങ്കിലും ഇപ്പോൾ കഴിക്കില്ല. കിട്ടിയാൽ നാരങ്ങ വെള്ളവും കുടിക്കും. ചൂട് തളർത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കാസർഗോഡിന്റെ ഉണ്ണിച്ചയുടെ മറുപടി ഇങ്ങനെ: ആഹാരം എന്ന് പറയുന്ന കണ്ടമാനം വെള്ളം കുടിക്കും. നോൺ വെജിറ്റേറിയൻ പരമാവധി ഒഴിവാക്കും. കഴിയുന്നത് ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാൻ ശ്രമിക്കും. കാരണം ഉഷ്ണേന ശാന്തി എന്നാണ്. ചുട്ടുപൊള്ളുന്ന വെയിലിലും പിന്നെ ഞാൻ അതിശക്തമായി പ്രയോഗിക്കും. കാരണം ഞാൻ തീയിൽ കുരുത്തതാണ്, വെയിലത്ത് പാടില്ല. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ രാവിലെ എഴുന്നേറ്റുടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. പിന്നെ പ്രഭാത ഭക്ഷണം. അതുകഴിഞ്ഞ് നേരെ തിരക്കിലേക്ക്. ഭക്ഷണത്തിൽ മറ്റ് ക്രമീകരണങ്ങൾ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് തണ്ണിമത്തനും മറ്റും കഴിക്കും. ചൂടുവെള്ളം നല്ലവണ്ണം കുടിക്കും. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ചൂടിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറേയില്ല. ജനങ്ങളും ആ നിലയിൽ തന്നെ എന്നോട് പെരുമാറുന്നു. അതുകൊണ്ട് ഒരു ഭക്ഷണക്രമവുമില്ല. കിട്ടിയത് എവിടുന്ന് ആര് തരുന്നു അത് കഴിക്കും, പോകും. കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പം NDA സ്ഥാനാർത്ഥിയായ ML അശ്വിനിയാണ്. വേനലിനെ ചെറുക്കാനുള്ള തുളുനാടൻ അടവുകൾ അശ്വിനിയുടെ കയ്യിൽ ഭദ്രം. ഇലക്ഷൻ കാലഘട്ടത്തിൽ മാത്രമല്ല, ഞാൻ എപ്പോഴും ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. കൂടുതലായിട്ട് വാട്ടർ ഞാൻ കൺസ്യൂം ആക്കും. പിന്നെ രാവിലെ ടെൻഡർ കോക്കനട്ട് കുടിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഉച്ചഭക്ഷണം കഞ്ഞിയായി മാറാറുണ്ടെന്നും ടീച്ചർ പറയുന്നു. മുഖത്തെ കരിവാളിപ്പ് മാറ്റാൻ സൺസ്ക്രീൻ ക്രീമും ഉപയോഗിക്കും. ഏതായാലും ചൂടിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചാണ് സ്ഥാനാർത്ഥികൾ കാസർഗോഡ് മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.